ഇവരാണോ പ്രതികൾ? യെസ് യുവർ ഓണർ. യുവർ ഓണർ, കേസ് 1/2 കുട്ടിയെ ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഓട്ടോയിൽ മുൻഭാഗം തുറന്നിട്ട് ബാക്ക് തുറന്നിട്ട് ഒരു ഡോറ് പോലും ഇല്ലല്ലോ. ഇത്രയും തുറന്ന വണ്ടിയിലൊക്കെ എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ പറ്റുക? ഈ പരാതി നൽകിയ കുട്ടിയുടെ അച്ഛനും കേസ് അന്വേഷിച്ച പോലീസിനും ജീവപര്യന്തം കോടതി വിധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് യുവർ ഓണർ, കേസ് 1/3 ബസ്സിലെ പോക്കറ്റടി. ഈ ബസ്സിലൊക്കെ എങ്ങനെയാണോ പോക്കറ്റ് അടിക്കുക? ഈ രണ്ടറ്റം കൂട്ടുകൂട്ടിക്കാൻ ടയർ പോലും നിലം തൊടാതെ പാഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ. 2 കൈ കൊണ്ട് പിടിച്ചാൽ പോലും മനുഷ്യന് നിൽക്കാൻ പറ്റൂല. അതിനിടയ്ക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പോക്കറ്റ് അടിക്കുക? ഇനി ഒക്കെ പോട്ടെ, പോക്കറ്റ് അടിച്ചാളുടെ കൈയും പേഴ്സിന്റെ അളവും കറക്റ്റ് ആണോ എന്ന് നോക്കിയോ നിങ്ങൾ? ഇല്ല യുവർ ഓണർ. കേസസ് ഡിസ്മിസ്ഡ്. നെക്സ്റ്റ് കേസ് 2/3 മ്യൂസിക് കൺസേർട്ടിന് ഗ്യാങ് ആയി അതിജീവിതയെ ഹരാസ് ചെയ്ത കേസ്. ഇവരാണോ പ്രതികൾ? യെസ് യുവർ ഓണർ. ഈ മ്യൂസിക് കൺസേർട്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തുള്ളായിരിക്കില്ലേ? പിന്നെ അത് മാത്രമല്ല ഭയങ്കര തിരക്കായിരിക്കും. ഈ തിരക്കിന്റെ തുള്ളന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ ഇത്രയും പേർക്ക് കൂടെ ഹറാസ് ചെയ്യാൻ പറ്റുക? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ 10 മണിക്ക് ഈ കേസിന്റെ ഒരു ഡെമോ നമ്മുടെ കോടതി വളപ്പിൽ നടത്തുന്നതായിരിക്കും. പ്രതികളും മ്യൂസിക് കൺസേർട്ടിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു VIP ടിക്കറ്റ് മാറ്റിവെക്കേണ്ടതാണ്. കേസ് അഡ്ജോൺ. നെക്സ്റ്റ് യുവർ ഓണർ, കേസ് 5/2 നാടൻ നായയെ പിടിച്ച് മഗ് കൊണ്ട് മുഖത്തടിച്ച് പഗ് ആണെന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിച്ച കുരിയാച്ചന്റെ ശിഷ്യൻ വെട്ടിയാർജി ഹാജരാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നടക്കിയ ഏറ്റവും വലിയ സംഭവമാണിത്. കേരള മനസാക്ഷി ഒരിക്കലും പൊറുക്കാത്തൊരു സംഭവം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ തനിക്ക് വിധിക്കുകയാണ്. എൻ്റെ അടുത്ത പടം താൻ പ്രൊഡ്യൂസ് ചെയ്യും. യുവർ ഓണർ, കേസ് 3/4 16 വയസ്സായ കുട്ടി. 16 വയസ്സായ കുട്ടി ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത്?